ലീഫും ഫ്ലവറും ഒരുപോലെ മനോഹരമായൊരു പ്ലാന്റാണ് ഈ എപ്പീഷ്യ പ്ലാന്റ് എന്ന് പറയുന്നത്. മാത്രമല്ല അത് വളരെ വിലക്കുറവുമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ പിടിപ്പിച്ചെടുക്കാനും പറ്റും. ഇത് നമുക്ക് പല രീതിയിൽ നമുക്കിതിനെ വളർത്തിയെടുക്കാൻ പറ്റും. കാരണം ഇത് കുറച്ചിങ്ങനെ ഹാങ് ആയിട്ട് വരുന്ന അതിൻ്റെ സ്റ്റെമ്മുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇതുപോലൊരു പോട്ടിന് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ആ പ്ലാന്റിന് വേറൊരു ലുക്കായിരിക്കും. ഇനിയിപ്പോൾ ഇങ്ങനെ ഇപ്പോൾ പോട്ടിൽ വെച്ച് കഴിഞ്ഞാലും ഇനിയിപ്പോൾ അതല്ല നമ്മൾ ഹാങ്ങിങ് പോട്ടിൽ വെച്ച് കഴിഞ്ഞാലും തമ്മിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ നിന്ന് വരുന്ന ലീഫുകളാണ് ഇങ്ങനെ നല്ല ബുഷിയായിട്ട് നമുക്ക് വരിക. അപ്പോൾ നമ്മൾ ഹാങ്ങിങ് ബോട്ടിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബുഷി ലുക്ക് കിട്ടില്ല. ഈ താഴോട്ട് ഹാങ് ആയി വരുന്നതല്ല അധികം ബുഷിയായിട്ട് വരിക അതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ഭംഗിയായിരിക്കും. ഇനി അതല്ലെങ്കിൽ ഇതുപോലുള്ള തിട്ടുകളിൽ നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാലും ഇപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം അതിൻ്റെ ആ മോൾ ഭാഗം കണ്ട് നല്ല ബുഷിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഏരിയയിലാണ് എപ്പോഴും നമുക്ക് എപ്പീഷ്യ പ്ലാന്റ് വെക്കാനായിട്ട് നല്ലത്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ നമുക്കൊരു ഏരിയ വേണമെങ്കിൽ സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു റൗണ്ട് ഷേപ്പോ ഏതെങ്കിലും ഷേപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മളിതിങ്ങനെ ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി മണ്ണിളക്കിയിട്ട്. അപ്പോൾ ഇത് ഒരുപാട് വെറൈറ്റിയിലുണ്ട്. അത് നന്നായിട്ട് വളർന്നു വരും. ഒരുപാട് വെറൈറ്റിയിൽ ഈ ഒരു എപ്പീഷ്യ പ്ലാന്റ് ഉണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രൊപ്പഗേഷൻ ആണെങ്കിലും ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഇതുപോലെ ഈ താഴോട്ട് ഹാങ് ആയി കിടക്കുന്ന ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ പ്ലാന്റ് പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. പക്ഷെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതിനെ റീപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ഒരു 3-4 മാസം കഴിയുമ്പോൾ ആ പ്ലാന്റ് നമുക്ക് റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നല്ല ഭംഗിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമായത് ഇതുപോലെ ഇങ്ങനെ തിട്ടിലൊക്കെ വെച്ച് നമ്മൾ വളർത്തി കൊടുക്കുന്ന സമയത്ത് അത് വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ നമുക്ക് ആ മുകളിലത്തെ ഭാഗവും കാണാം. താഴോട്ട് ഹാങ് ആയി വരുമ്പോൾ അതിന് നമുക്ക് ട്രിം ചെയ്ത് നിർത്തുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളിതിൻ്റെ ഫ്ലവറുകൾ പല കളറുകളുണ്ട്. ലീഫ് ഗ്രീൻ ആണെങ്കിലും ഫ്ലവർ റെഡാണ്. ഇനിയിപ്പോൾ അതല്ല ലീഫ് ബ്രൗൺ ആണെങ്കിലും റെഡ് ഫ്ലവർ ഉള്ളതുണ്ട്, യെല്ലോ ഫ്ലവർ, പിങ്ക് പലതും ഉണ്ട്. ഈ രീതിയിലായിക്കഴിഞ്ഞാൽ നമ്മളതിനെ കട്ട് ചെയ്ത് റീപ്പോർട്ട് ചെയ്ത് മാറ്റണം.